സ്മൃതി, ആ ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയങ്ക ഗാന്ധി മണ്ഡല പര്യടനം കഴിഞ്ഞ് പോകുന്നതിന് തൊട്ടു പിന്നാലെയാണ് രാജി വാർത്ത വരുന്നത്. ഇന്നലെ തന്നെ രാജി KPCCക്ക് സമർപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അടക്കം നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ ND അപ്പച്ചൻ പറയുന്നത്, നേരത്തെ തന്നെ ഞാൻ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു, KPCC ആണ് അതിൽ തീരുമാനമെടുക്കേണ്ടിയിരുന്നത് എന്നാണ്. ഒടുവിൽ ജോസ് നെല്ലേടത്തിൻ്റെ ആത്മഹത്യ കുറച്ചുകൂടി കാര്യങ്ങൾ സങ്കീർണമാക്കി. ഇത് എല്ലാം ഹൈക്കമാൻഡിൻ്റെ അറിവോടുകൂടി ഹൈക്കമാൻഡ് തിരുത്തിച്ചതാണോ? ഉറപ്പായിട്ടും ഇതിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലും പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശവുമുണ്ട്. അവരെ പര്യടനം കഴിഞ്ഞ് പോകുമ്പോൾ എന്ന് മാത്രമല്ല, ഈ പര്യടനത്തിന് എത്തിയ ഘട്ടത്തിൽ പോലും ND അപ്പച്ചനെ പരിപാടികൾ അറിയിച്ചിരുന്നില്ല. പ്രിയങ്ക ഗാന്ധിയുടെ യാത്രകളിൽ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ സിദ്ദിഖാണ് കൂടെ പോയിരുന്നത്. അപ്പോൾ പൂർണ്ണമായും ND അപ്പച്ചനെ മാറ്റി നിർത്തുന്ന രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എന്താ പറയുക, തമ്മിൽ തല്ല് പോര് ആ രൂപത്തിലേക്ക് മാറി. അവിടെ ഗ്രൂപ്പുകൾ എന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന AI ഗ്രൂപ്പുകൾ എന്ന രൂപത്തിലല്ല, ആളുകളെല്ലാം വ്യത്യസ്ത ഗ്രൂപ്പുകളായി പ്രവർത്തിച്ചുകൊണ്ട് പരസ്പരം മത്സരിക്കുന്ന രൂപത്തിലാണ് നേതാക്കൾ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഈ വയനാട് ജില്ലയുടെ കാര്യമെടുത്താൽ, ഇപ്പോൾ വയനാട് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കന്നി അംഗത്തിൽ വിജയിപ്പിച്ച മണ്ഡലം. പ്രിയങ്ക ഗാന്ധിക്ക് 4 ലക്ഷത്തിൽ അപ്പുറം ഭൂരിപക്ഷം ലഭിച്ചതാണ്. രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ ഭൂരിപക്ഷം ലഭിച്ചതാണ്. അവിടുത്തെ ഏറ്റവും വലിയ വിജയങ്ങൾ രണ്ടാമത്തെ വിജയമാണ് പ്രിയങ്കയുടേത്. അപ്പോൾ അങ്ങനെ ജയിച്ച ഒരു മണ്ഡലം, അതായത് ഹൈക്കമാൻഡ് ദേശീയ നേതാക്കൾ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം, അവിടെ ഈ രൂപത്തിൽ കോൺഗ്രസ് ചക്കളത്തി പോരാട്ടം നടത്തുകയാണെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് എത്രത്തോളം നാണക്കേട് ആണ് എന്നത് മാത്രമല്ല, ദേശീയ നേതൃത്വത്തോട്, നേതാക്കളോട് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ട് ഈ മണ്ഡലത്തിലെ നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ നിലയ്ക്ക് പ്രിയങ്ക ഗാന്ധി അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കവിടെ ഈ കഴിഞ്ഞ വർഷത്തെ ഈ 2 മരണങ്ങൾ മാത്രമല്ല, ജില്ലയിൽ ആകെ കൂടി കോൺഗ്രസ് നേതാക്കൾ 5 ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. ഈ 5 ആത്മഹത്യകൾക്കും സമാനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്, എല്ലാ ആത്മഹത്യകളും ഈ നേതാക്കളുമായി കലഹിച്ചിട്ട് അല്ലെങ്കിൽ നേതൃത്വവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന മനോവിഷമത്തിലൊക്കെയാണ് ഈ ആത്മഹത്യകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ആത്മഹത്യകൾ ചർച്ച ചെയ്യേണ്ടതാണ്. 2015 നവംബറിൽ മാനന്തവാടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന PV ജോൺ പാർട്ടി ഓഫീസിനുള്ളിലാണ് തൂങ്ങി മരിച്ചത്. 2023 മെയ് 29 പുൽപ്പള്ളി മേഖലയിലെ കോൺഗ്രസ് നേതാക്കളിൽ വിശ്വസ്തനായിരുന്ന രാജേന്ദ്രൻ നായർ ജീവനൊടുക്കുന്നു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പുൽപ്പള്ളി ബാങ്ക് ഭരണസമിതിയുടെ വായ്പാ തട്ടിപ്പിന് ഇരയായിട്ടാണ് രാജേന്ദ്രന്റെ ആത്മഹത്യ. അത് വായ്പാ തട്ടിപ്പിന് ഇരയാകുന്നു. അടുത്തത് സുൽത്താൻ ബത്തേരി ബാങ്കിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കുറേ പേരിൽ നിന്നും പാർട്ടി നേതാക്കൾ പണം വാങ്ങുന്നു. അതിനുശേഷം അവർ വന്ന് ജോലി കിട്ടിയില്ല, പണം എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ട്രഷററായിരുന്ന NM വിജയൻ സത്യസന്ധനായ ഒരു നേതാവാണ്. അത് പലതവണ നേതാക്കളെ അറിയിച്ചെങ്കിലും നേതാക്കൾ ആരും ഇടപെട്ടില്ല. ഒടുവിൽ സ്വന്തം ഭൂമിയൊക്കെ വിറ്റ് വായ്പയെടുത്ത് ഈ പണമൊക്കെ ഇവർക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. അതാണല്ലോ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത്. പിന്നീണ്ടാകുന്ന ജോസ് നെല്ലേടത്തിൻ്റെ ആത്മഹത്യയാണ്. അതും ഏത് രൂപത്തിലാണ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ തരത്തിൽ നേതൃത്വവുമായി ബന്ധപ്പെട്ട്, പാർട്ടിയിലെ തമ്മിൽ തല്ലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ട് ആത്മഹത്യകളാണ് മുഴുവൻ സംഭവങ്ങളും. ഇതിനോട് പാർട്ടി എടുക്കുന്ന സമീപനമാണ് ഏറ്റവും പ്രധാനം. NM വിജയൻ്റെ ആത്മഹത്യ സംഭവിക്കുന്നു. ആത്മഹത്യയിൽ ആത്മഹത്യാക്കുറിപ്പ് വരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പിൽ IC ബാലകൃഷ്ണൻ്റെ പേരും DCC അധ്യക്ഷൻ്റെ ഇടപെടലില്ലായ്മയെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞിട്ടാണ് ആത്മഹത്യ സംഭവിക്കുന്നത്. ആ കത്തിനെക്കുറിച്ച് അന്നത്തെ KPCC അധ്യക്ഷൻ ആദ്യം പറഞ്ഞത്, ഏത് കത്ത്, എവിടുത്തെ കത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് അതേ നേതാക്കൾക്ക് അവിടെ വീട്ടിൽ പോയി ആ കുടുംബത്തെ കാണേണ്ടി വരുന്നു. ആ കുടുംബത്തെ കണ്ട് അവർക്ക് ഉറപ്പുകൾ നൽകുന്നു. ഒരു പാർട്ടിയുടെ ഒരു കമ്മീഷൻ അത് പരിശോധിക്കാൻ വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നു. ആ കമ്മീഷൻ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതിൽ DCC അധ്യക്ഷൻ്റെ മാറ്റണം എന്നടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. ആ കുടുംബത്തിൻ്റെ പരാതികൾ, പ്രതികരണങ്ങൾ വരുന്നു. അതിനുശേഷം NM വിജയൻ മാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു മകനെ കൂടി ചേർത്താണ്. ആ മകൻ ഭിന്നശേഷിക്കാരാണ്. അപ്പോൾ ആ മകനെ കൂടി ചേർത്ത് ആത്മഹത്യ ചെയ്യുന്ന, ആ മകൻ ഇനി ആർക്കും ബാധ്യതയാവരുത് എന്ന ഉദ്ദേശത്തിലാണ്. അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ 2 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്. ആ 2 ജീവൻ നഷ്ടപ്പെടുമ്പോൾ അവരോട് പാർട്ടി എടുത്തിരിക്കുന്ന സമീപനം എത്ര ഇൻസെൻസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് എന്നുള്ളതാണ്. ആദ്യത്തെ പ്രതികരണം തന്നെ അങ്ങനെയായിരുന്നു. പിന്നീട് ഇത് വിവാദമാവുകയും മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ആ വീട്ടിലേക്ക് വരുന്നു. അതിനുശേഷം ഒരു സഹായം ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുന്നു. പിന്നീട് അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് എന്താണ്? KPCC അധ്യക്ഷൻ്റെ പ്രതികരണമാണ്. KPCC അധ്യക്ഷൻ പറഞ്ഞ എന്താണ്? എല്ലാ കടവും നമുക്ക് വീട്ടാൻ പറ്റില്ല, പാർട്ടിക്ക് ഏറ്റെടുക്കാൻ, എല്ലാ ബാധ്യതയും പാർട്ടിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ ബാധ്യതയും ഏറ്റെടുക്കാൻ പറഞ്ഞില്ല, പാർട്ടി വരുത്തി വെച്ച ബാധ്യതയെക്കുറിച്ച് കുടുംബം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഏറ്റെടുക്കുമെന്ന് ഒരു തവണ ഉറപ്പ് പറഞ്ഞിട്ട് അത് നടപ്പാക്കാത്ത സാഹചര്യം വരുന്നു. പിന്നീട് ഈ പറയുന്ന മരുമകൾ ആത്മഹത്യാ ശ്രമം നടത്തുന്നു. ഈ DCC ഓഫീസിന് മുന്നിൽ അടുത്ത മാസം 2-ാം തീയതി തൊട്ട് സത്യഗ്രഹം ഇരിക്കുമെന്നുള്ള പ്രതികരണം നടത്തുന്നു, പ്രതിഷേധ പ്രതികരണം നടത്തുന്നു. അതിനൊക്കെ ശേഷമാണ് ഈ പറഞ്ഞ
മുഴുവൻ പൈസയും കൊടുത്തു തീർക്കുന്ന രൂപത്തിലേക്ക് ഇന്നലെയാണ് അത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഈ 63 ലക്ഷത്തോളം തുക പൂർണ്ണമായും കൊടുത്തു. അതിൻ്റെ മുഴുവൻ രേഖകളും ഇന്നാണ് ആ കുടുംബത്തിന് കൊടുക്കുന്നത്. അപ്പോൾ എത്ര വൈകിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് എത്ര തരത്തിൽ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അപ്പോൾ എന്ത് ചർച്ച ചെയ്താലും എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന രൂപത്തിലേക്ക് അവരെങ്ങനെയാണ് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഐ സി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ പാർട്ടി എന്ത് തീരുമാനമെടുത്തത്? ഐ സി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി, അറസ്റ്റ് രേഖപ്പെടുത്തി, ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അതിനുശേഷം എന്താണ് പാർട്ടി ആ നേതാവുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന തീരുമാനം എന്നുള്ളതാണ്. അവിടെ പല രൂപത്തിലാണ്. ഇപ്പോൾ KC ഗ്രൂപ്പിൽപ്പെടുന്നതാണ് ND അപ്പച്ചൻ എന്ന് പറയുന്നു. ND അപ്പച്ചൻ തന്നെ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി എന്ന നിലയ്ക്ക് ND അപ്പച്ചനെ DCC അധ്യക്ഷനാക്കാമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ കൂടി താല്പര്യമായിരുന്നു. പക്ഷേ അദ്ദേഹം പെർഫോം ചെയ്തില്ല എന്നുള്ളതാണ്. അങ്ങനെ പെർഫോം ചെയ്യാത്ത ഒരാളെ തുടരാൻ അനുവദിച്ചത് എങ്ങനെയാണെന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ വേറെയും ഐ സി ബാലകൃഷ്ണൻ എന്നുള്ളത് രമേശ് ചെന്നിത്തല ഗ്രൂപ്പാണെന്ന് പറയുന്നു. വിനയൻ എന്ന വേറൊരു ഗ്രൂപ്പ് നേതാവുണ്ട്. സിദ്ദിഖ് ഇവരിൽ നിന്നൊക്കെ മാറി വേറെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ തരത്തിൽ നേതാക്കളെല്ലാം തെറിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ മണ്ഡലത്തിൽ എത്ര ദിവസം ഉണ്ടാകുമ്പോഴും പ്രിയങ്ക ഗാന്ധി എങ്ങനെയാണ് ഈ നേതാക്കൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്? പ്രിയങ്ക ഗാന്ധിയോട് ഈ പറയുന്ന വിവിധ ഗ്രൂപ്പുകളിലെ നേതാക്കൾ വിവിധ തരത്തിലായിരിക്കില്ലേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ടാവുക? ഇങ്ങനെയൊക്കെയുള്ള വിഷയം അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് അവർക്ക് അത് തിരിച്ചറിയാൻ വൈകി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സോണിയാഗാന്ധിയും അവിടെ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളുണ്ട്. ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം. സോണിയാഗാന്ധി മണ്ഡലത്തിൽ പലയിടത്തും സന്ദർശനം നടത്തി അവിടുത്തെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രിയങ്കയുടെ പ്രതികരണങ്ങളും ആ രൂപത്തിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ അങ്ങനെ നിരന്തര മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ ആദിവാസി ഊരുകളിലടക്കം അവർ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആളുകളുമായി സംസാരിക്കുന്നു. ഡോക്ടർ MN കാരശ്ശേരിയൊക്കെ കണ്ട് വിശദമായി തന്നെ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അവർ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാണ് പോയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ അവർക്കറിയാം. ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ നേതൃത്വത്തിന് വന്നിരിക്കുന്ന അപജയം കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ DCC പുനഃസംഘടന എന്നുള്ളത് ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണല്ലോ. DCC പുനഃസംഘടന വൈകുകയാണെങ്കിലും വയനാടിൻ്റെ കാര്യത്തിൽ ഇനി വൈകാൻ പറ്റില്ല, അതിനു മുൻപ് തന്നെ തീരുമാനിക്കണം എന്ന് കൃത്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ND അപ്പച്ചനെ മാറ്റിയിരിക്കുന്നത്. ഇനി ND അപ്പച്ചനെ മാറ്റിക്കഴിഞ്ഞാൽ അതവിടെ പരിഹരിക്കുന്നുണ്ടോ? അവിടുത്തെ യഥാർത്ഥ പ്രശ്നം ND അപ്പച്ചനെ മാറ്റൽ മാത്രമാണോ എന്ന വിഷയം അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതവിടെ കഴിയുന്നില്ല. ND അപ്പച്ചൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമായി അവിടുത്തെ ഒരു പ്രാദേശിക ചാനൽ നൽകിയിരിക്കുന്ന പ്രതികരണത്തിൽ അവർ പറയുന്നത് എൻ്റെ സ്ഥാനചലനത്തിന് പിന്നിൽ ചിലരാണ്, അത് ഞാൻ പുറത്തു പറയുന്നു. അപ്പോൾ ഇവിടെ തീരുന്നില്ല, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവിടെ ഈ തമ്മിൽ തല്ല് തുടരുക തന്നെയാണ്. അതിൽ കർശനമായ തീരുമാനത്തിലേക്കും നടപടികളിലേക്കുമാണ് പാർട്ടി പോകേണ്ട. ഒരു DCC അധ്യക്ഷനെ മാറ്റിയോണ്ടായില്ല. പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പിലൂടെ KSU പ്രസിഡന്റായി വന്ന ആളൊക്കെയാണ്. അദ്ദേഹം അവിടെ നന്നായി പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ പാർട്ടി. ഏതായാലും ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ വളരെ നിസ്സംഗത പാലിച്ചു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണ്. ഇനിയും അതിൻ്റെ ബുദ്ധിമുട്ട് തീരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിപ്പോൾ ഹൈക്കമാൻഡ് തിരുത്തിച്ച് തന്നെയാണ്, സ്വമേധയാ രാജി നൽകിയതാണ് എന്ന KPCC അധ്യക്ഷൻ പറഞ്ഞത് ശരിയല്ല. അതിലപ്പുറം സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൂടിയുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഹൈക്കമാൻഡിന് തന്നെ ഇടപെടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. Meet the editors.